നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ എക്സസൈസ് 2.2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ അതിലെ കീവേഡ്സ് നോട്ട് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിലെ കീവേഡ് എന്താണ്? ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ആരെ കണ്ടുപിടിക്കണ്ടേ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഈച്ച് വിത്ത് ദ ഗിവൺ numbers as the sum and product of its zeros respectively. താഴെ ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ എന്താണ്? ഫസ്റ്റ് തന്നത് 1/4 എന്ന് പറയുന്നത് എന്താണ്? 1/4 ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ആണ് അല്ലെ. 1/4 സം അല്ലേ? സം എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ഈ ആൽഫയും ബീറ്റ എന്താന്നുള്ളത്? ആൽഫ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ 0 ആവണമെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞുതരാം, x² പ്ലസ് 2x² പ്ലസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു പോളിനോമിയൽ വിചാരിച്ചോ. ഇത് 0 കിട്ടണമെങ്കിൽ എക്സിന് ചില വാല്യൂസ് കൊടുക്കുമ്പോൾ 0 ആവും അല്ലെ, ചില പർട്ടിക്കുലർ വാല്യൂവിന്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന വാല്യൂ ആണ് ഏത്? ഈ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ വാല്യൂ ആൽഫ എടുക്കും, രണ്ടാമത്തെ വാല്യൂ എന്തായിട്ട് എടുക്കും? ബീറ്റ എന്ന് എടുക്കും. അപ്പൊ ഈ ഒന്നാമത്തെ വാല്യൂന്റെ രണ്ടാമത്തെ വാല്യൂന്റെ സമ്മാണ് എന്ത്? ആൽഫ പ്ലസ് ബീറ്റ. അതാണ് എന്ത്? 1/4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു. രണ്ടാമത്തത് ഈ തന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് ആണ്. എന്തിന്റെ? ഈ ആൽഫന്റെയും ബീറ്റന്റെയും പ്രൊഡക്റ്റ് ഈക്വൽ ടു -1. 1/4 ആണേ. 1/4 -1. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിനൊരു ജനറൽ ഫോം ഉണ്ട്. ഏത്? ഇങ്ങനെ സമ്മും അതുപോലെ തന്നെ പ്രൊഡക്റ്റും കിട്ടിയാൽ അതിൽ നിന്ന് നേരെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ ഫോം ഉണ്ട്. എന്താണെന്നറിയോ? ജനറൽ ഫോം ഈസ്, ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം ആണ് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അതായത് x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് 0 ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് 0. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്, ആൽഫ ബീറ്റയും തന്നിട്ടുണ്ട് അല്ലെ, സമ്മും തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എത്രയാ? 1/4 എക്സ് പ്ലസ് ആൽഫ ബീറ്റ എത്രയാണ്? -1. അപ്പൊ +1 ഉണ്ടല്ലോ, -1. അപ്പൊ ഇവിടെ ഈ 4 കിടക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം തോന്നില്ല അല്ലെ. ആക്ച്വലി ഇത് എന്താണെന്ന് അറിയോ? ഇത് 0 എന്ന് എഴുതാൻ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഈ 4 കിടക്കുന്ന ഒരു സുഖം തോന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ 4നെ എന്ത് ചെയ്യാം? മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുള്ള വഴി എന്താണെന്നറിയോ? ഈ 4 കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലാ നമ്പേഴ്സിനും. x² മൈനസ് 1/4 എക്സ് മൈനസ് 1 ഇൻറ്റു 4 ഈക്വൽ ടു 0 ഉണ്ടല്ലോ. ഇവിടെ ഒരു 4 കൊടുത്താൽ എന്താ പ്രശ്നമുണ്ടോ? ഇല്ല. ഇവിടെ 4 കൊടുക്കുമ്പോൾ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇത് 0 ആയിട്ട് മാറും. ഓക്കെ, 0 ഇൻറ്റു നമ്പർ 0 അല്ലേ. ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തൂടെ? എന്താ കിട്ടുക? 4x² മൈനസ് 4 ഇൻറ്റു x² 4x² മൈനസ് 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1/4 4/4 അല്ലേ. 4/4 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 4 ഇൻറ്റു 1 4 ഈക്വൽ ടു 0. ഓക്കെ, 4 ആണ്, ജി പോലെ ഉണ്ട് അല്ലേ, 0. അപ്പോ നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ കിട്ടി. അപ്പോൾ റിക്വയർഡ് ഇക്വേഷൻ ഈസ് 4x² മൈനസ് എക്സ് മൈനസ് 4. ഓക്കെ, എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഈ തന്നിരിക്കുന്നത് സം ഓഫ് 0 ആണ്, ആൽഫ പ്ലസ് ബീറ്റ ആണ് ഒന്നാമത്തത്. ഇത് രണ്ടാമത്തത് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 0 ആണ്, ആൽഫ ഇൻറ്റു ബീറ്റ ആണ് -1. അതിനൊരു ജനറൽ ഫോം ഉണ്ട്. ഇങ്ങനെ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അത് നേരിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം ഉണ്ട്. എന്താണ്? x² മൈനസ് സം ഓഫ് 0 ഇൻറ്റു എക്സ് പ്ലസ് സം ഓഫ് 0 ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് 0. എന്നിട്ട് എന്ത് ചെയ്യുക? ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം തന്നിട്ടുള്ള നമ്പർ അവിടെ കൊടുക്കുക, ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം കൊടുക്കുക. അടിയിൽ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഏതാണോ അടിയിലുള്ള നമ്പർ അതിന്റെ LCM നോക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു നമ്പറിലുണ്ട്, ആ നമ്പർ തന്നെ ആയിരിക്കും LCM, ബാക്കിയെല്ലാം 1 അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണ്. രണ്ടാമത്തേല് എന്താണ്, ജനറൽ ഫോം എല്ലാവർക്കും അറിയാം. എക്സ് സ്ക്വയർ, ഇവിടെ മൈനസ് കേട്ടോ, പ്ലസ് എന്ന് എഴുതി പോരുത്, തെറ്റിപ്പോരുത്. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, √2 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു √2, അതുപോലെ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, ജസ്റ്റ് ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഗിവൺ എഴുതി കേട്ടോ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ √2 എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ 1/3. ഓക്കെ, അപ്പൊ ഇവിടെ 3 ആണ് LCM അല്ലെ, താഴെ വരുന്ന നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കൺഫ്യൂഷൻ ആവണ്ട, അതെങ്ങനെയാ പോകുന്നത്, അവിടെ ഒരു 0 ഉണ്ടാവും. ഓക്കെ, അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 3x സ്ക്വയർ മൈനസ് 3√2x പ്ലസ് 3, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, 3/3 മൾട്ടിപ്ലൈ ബൈ 3 എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വരും. മൾട്ടിപ്ലൈ ബൈ 3, അപ്പോ എന്ത് കിട്ടും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ 0നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. ആക്ച്വലി അത് എന്താണ്, 0 കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയിട്ട് മാറും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് കിട്ടും, 3x സ്ക്വയർ മൈനസ് 3√2x പ്ലസ് ഇവിടെ എന്ത് കിട്ടുക, 1 കിട്ടും അല്ലെ. 0 ഇൻറ്റു 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, റിക്വയർഡ് ഇക്വേഷൻ ഈസ് 3x സ്ക്വയർ മൈനസ് 3√2x പ്ലസ് 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ അല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ഇവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്, ജനറൽ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഗിവൺ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 0, ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു √5 അല്ലേ, √5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ എന്താ കിട്ടുക, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ √5. അപ്പൊ നമുക്ക് 0 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് √5 കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, മൂന്നാമത്തെ ആൻസറും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ ആൻസർ വെക്കുക. ഇത് ഫസ്റ്റ് ടൈം മയക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത് എല്ലാത്തിലും ഉണ്ടല്ലോ അല്ലേ. ഇനി നമ്മുടെ 3 കഴിഞ്ഞ് നാലാമത്തെ ക്വസ്റ്റൻ ആണ് എന്ത്, 1 അല്ലേ. ഫാസ്റ്റ് ആയിട്ട് ചെയ്തൂടെ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. സിമ്പിൾ ആയിട്ട് കിട്ടി അല്ലേ. ഇനി നമുക്ക് എത്രാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചെയ്തൂടെ. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ചെയ്യാം. അപ്പൊ ഇത് മാത്രം അയച്ചാൽ മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, -1/4 1/4 അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -1/4 ആൽഫ ബീറ്റ ഈക്വൽ ടു 1/4. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -1/4 എക്സ്
ഈ സിമ്പിൾ എല്ലാം മാറുമ്പോൾ പ്രത്യേകം കെയർ ചെയ്യണം കേട്ടോ, അല്ല അതെല്ലാം മിസ്സിങ് വന്നാൽ ആൻസർ തെറ്റിപ്പോ. നിങ്ങൾ ചെയ്ത വഴിയെല്ലാം ശരിയായിരിക്കും, പക്ഷെ ആൻസർ തെറ്റും. പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 1/4. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ഏതാ, എക്സ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലെ, പ്ലസ് 1/4x പ്ലസ് 1/4. നമുക്കറിയാം ഈ അടിയിൽ 4 ആണല്ലേ LCM ആയിട്ട് എടുക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഈ 4 കൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡ് 0 ആണ് ഒരു ഇക്വേഷന്റെ, അതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈ 0 എഴുതിയിട്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x² പ്ലസ് 4 × 1/4. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ എഴുതണമെന്നില്ല, ഡയറക്റ്റ് എഴുതാം. 4 × 1/4 ഈക്വൽ ടു 0 × 4. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ബൈ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x² പ്ലസ് 4 × 1/4 എന്ന് പറയുമ്പോൾ 1 അല്ലേ, 1 × x പ്ലസ് 4 × 1/4 എന്ന് പറയുമ്പോൾ 4 ഉം 4 ക്യാൻസൽ ആയ 1 അവിടെ ഉണ്ടാവും, പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ ഈസ് 4x² പ്ലസ് x പ്ലസ് 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, 4ാമത്തെ ഇക്വേഷൻ കിട്ടിയല്ലേ. ഇത് നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ട, അടുത്ത 5ാമത്തെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, 5ാമത്തെ കണ്ടുപിടിക്കാം. ഓക്കെ, 5ാമത്തതില് എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്, 4ഉം 1ഉം ആണ് അല്ലേ, 4ഉം 1ഉം ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4. ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 1, 4, 1. അപ്പൊ ഇനി എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ എന്ത് കിട്ടും നമുക്ക്, x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 4x പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 1. ഇവിടെ ഒന്നുമില്ല അല്ലെ, അടിയിലൊന്നും നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ ആൻസർ കിട്ടി അല്ലെ, x² മൈനസ് 4x പ്ലസ് 1. അപ്പൊ നമുക്ക് എന്തായി, ക്വസ്റ്റ്യൻ 2 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ 3 കാണാം. എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ഊർജ്ജം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.